ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ധ്യാനത്തിൻ്റെ അവസാനത്തെ ദിവസമായ ഇന്ന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ പുതുക്കുന്ന ദിവസമാണ്. നമുക്കറിയാം, മാമോദീസായിലൂടെ നമ്മളിലെല്ലാം പരിശുദ്ധാത്മാവിനെ കത്തിച്ചു വച്ചിട്ടുണ്ട്. ഈ ആത്മാവ് നമുക്ക് ജീവൻ നൽകുന്ന ആത്മാവാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ പ്രവേശിക്കുന്നതോടുകൂടി ആ വ്യക്തിക്ക് അയാളുടെ മനോഭാവത്തിൽ ഉണ്ടാകുന്ന ഒരു വലിയ മാറ്റമുണ്ട്. അതാണ് റോമ 8:12 തൊട്ട് 15 വരെയുള്ള വചനത്തിൽ പറയുന്നത്. ഇതിൽ 14ഉം 15ഉം വചനം നമുക്ക് വായിക്കാം. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. വളരെ മർമ്മപ്രധാനമായൊരു കാര്യമാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ പ്രവേശിച്ച് പരിശുദ്ധാത്മാവ് അയാളെ നയിക്കാൻ ആഗ്രഹിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വിളിക്കുന്ന വഴിയിലൂടെ ആ വ്യക്തി സഞ്ചരിച്ചു തുടങ്ങിയാൽ അയാളുടെ ഉള്ളിൽ ഒരു വലിയ ബോധ്യം കിട്ടും. ആ ബോധ്യം എന്താണെന്നറിയാവോ? ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മകനാണ്. ആരാണ്? ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മകനാണ്. ഈ ഒരു ബോധ്യം ഉണ്ടാവും. ഈ ഒരു ബോധ്യം ഒരു വ്യക്തിക്കുണ്ടാകുന്നതോടുകൂടി, പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരപ്പൻ്റെ മകനാണ്. ഒരപ്പൻ്റെ മകൻ എന്ന ബോധ്യം നമുക്കുണ്ടായാൽ എന്തെല്ലാം പ്രത്യേകതകളാണ് നമുക്കുള്ളത്? ഒന്ന്, നമ്മുടെ ജീവിതത്തിലൊരു നിയന്ത്രണമുണ്ടാകും. അപ്പനുണ്ടെങ്കിൽ വീട്ടിലൊരു പ്രത്യേക നിയന്ത്രണമുണ്ട്. എന്താണ് നിയന്ത്രണം? അപ്പൻ്റെ ഇഷ്ടങ്ങൾക്കപ്പുറത്തേക്ക് പോകാൻ നമ്മൾ മടിക്കും. അപ്പൻ്റെ വാക്കുകൾ നമ്മൾ അനുസരിക്കും. ഇനി അഥവാ വാക്ക് ലംഘിച്ചാൽ നമ്മുടെ ഉള്ളിൽ ഭയം ഉണ്ടാകാൻ തുടങ്ങും. ഇതാ, അപ്പൻ്റെ വാക്ക് ലംഘിച്ചല്ലോ, ശിക്ഷിക്കപ്പെടുമോ, അല്ലെങ്കിൽ അപ്പൻ്റെ മുഖത്തേക്ക് നോക്കാനുള്ള ഭയം, ഇങ്ങനെ ഒത്തിരി പ്രയാസങ്ങളുണ്ടാകും. ഇതുപോലെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, ആ വ്യക്തിയെ പരിശുദ്ധാത്മാവാണ് നയിക്കുന്നതെങ്കിൽ, അയാളൊരു പാപം ചെയ്ത് കഴിയുമ്പോൾ അയാൾക്ക് തമ്പുരാൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും ഭയം തോന്നും. കണ്ടോ? ദൈവ സാന്നിധ്യം ദുസ്സഹമായിട്ട് പലപ്പോഴും തോന്നും. അതുകൊണ്ടല്ലേ ഏദൻ തോട്ടത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ടിരുന്ന ആദാമും ഹവ്വായും പരിശുദ്ധാത്മാവിനെ കൈവെടിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം പോലും എങ്ങനെ തോന്നിത്തുടങ്ങി? ദുസ്സഹമായി തോന്നിത്തുടങ്ങി. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ധ്യാനം കൂടാനായിട്ട് വരാൻ താല്പര്യമില്ല. വന്നാൽ തന്നെ ഒറ്റ ആഗ്രഹമുള്ളൂ. എന്താണ്? എങ്ങനെയെങ്കിലും വീട്ടിൽ പോകണം. അപ്പോൾ മനസ്സിലായിക്കോണം എന്താണ് അവരുടെ പ്രശ്നത്തിന് കാരണം. എന്താ അവരുടെ പ്രശ്നത്തിന് കാരണം? ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവേശിക്കാൻ തക്കവണ്ണം സമർപ്പിക്കാനോ വിട്ടുകൊടുക്കാനോ തയ്യാറല്ല. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ധ്യാനം കൂടി കഴിഞ്ഞാൽ പിന്നെ ധ്യാനം തീർന്നു എന്ന് പറഞ്ഞാലും കസേരയിൽ നിന്ന് എഴുന്നേൽക്കുകയില്ല. അവർ പിന്നെയും അവിടെ തന്നെ അങ്ങിരിക്കും. ഒരിക്കലും ഒരു ധ്യാനം കൂടിക്കഴിഞ്ഞ ഒരാൾ, ഇതാ ധ്യാനം കൂടിക്കഴിഞ്ഞ് പുള്ളി പോയില്ല. പുള്ളിക്കാരൻ ചെയ്ത പരിപാടി ഇതാണ്: നമ്മൾ വൈകുന്നേരമായപ്പോൾ ബാത്റൂമെല്ലാം കഴുകാനായിട്ട് ആളെ നിയോഗിച്ചു. ആൾ വന്ന് നോക്കിയപ്പോൾ എല്ലാ ബാത്റൂമുകളും ക്ലീനായിട്ട് കിടക്കും. അപ്പോൾ ഇതെന്താ സംഭവിച്ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത്, ധ്യാനം കൂടിയ ഒരു മനുഷ്യൻ ഇതാ ഇവിടുന്ന് പോകാതെ ഒരു ലുങ്കിയെല്ലാം എടുത്തു കൊടുത്ത് മൊത്തം ബാത്റൂമും കഴുകുക. അങ്ങേരിങ്ങനെ ചിന്തിച്ചു, ദൈവമേ, അനേകർ ഉപയോഗിച്ചതല്ലേ, ഇത് വൃത്തികേടായി കിടന്നാൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായാൽ അവരത് കഴുകിയിട്ടു, അയാളത് കഴുകിയിട്ടു. ഇങ്ങനത്തെ ചില മനുഷ്യർ. ചിലർ പോകുകയില്ല, ഇവിടെ വട്ടം ചുറ്റി നിർത്തും, വർത്തമാനമൊക്കെ പറഞ്ഞ് ഈ കോമ്പൗണ്ടിനകത്ത് നിൽക്കും. ചിലർ പോയി കഴിയുമ്പോൾ വൈകുന്നേരം അടുത്ത കാറിൽ കയറി തിരിച്ച് വീണ്ടും ഇവിടെ വരും. ഒരിക്കലൊരു കുടുംബം തിരിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ വന്നത്? അന്നേരം പറഞ്ഞു, ഈ ഒരു കാര്യം തിരുമേനോട് പറയാൻ മറന്നുപോയി എന്ന് പറഞ്ഞ് ഒരു കാര്യം. ഞാൻ പറഞ്ഞു, ഈ കാര്യമാണെങ്കിൽ ഞായറാഴ്ച പറഞ്ഞാൽ പോരായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഇതാ സത്യത്തിൽ കാര്യം പറയാൻ വേണ്ടി ഒന്നും വന്നതല്ല, മറിച്ച് ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പം ഇവിടുന്ന് പോകാൻ
മനസ്സ് തോന്നുന്നത്. അതുകൊണ്ട് തിരിച്ചിങ്ങോട്ട് പോകുന്നതേ ഉള്ളൂ. എന്താണ്? പരിശുദ്ധാത്മാവ് ഉള്ളിൽ പ്രവേശിച്ചതിൻ്റെ ലക്ഷണമാണ് ദൈവസാന്നിധ്യം അവർക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാക്കുന്നു. ദേവാലയ പരിസരവും ദൈവിക കാര്യങ്ങളും കൂടുതൽ സന്തോഷമുണ്ടാക്കുന്നു. ആ സാന്നിധ്യം അവർ ഇഷ്ടപ്പെടുന്നു. അത് പരിശുദ്ധാത്മാവ് പ്രവേശിച്ചതിൻ്റെ ലക്ഷണമാണ്. പരിശുദ്ധാത്മാവ് ഉള്ളിൽ പ്രവേശിച്ചതിൻ്റെ ലക്ഷണമാണ് പ്രിയമുള്ളവർ. അപ്പോൾ ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെട്ടു തുടങ്ങും. അതോടൊപ്പം നമ്മൾ ദൈവത്തിൻ്റെ മകൻ എന്ന നിലയിൽ മറ്റൊരു തോന്നലും കൂടെ നമുക്കുണ്ടാവും. എന്താണ്? ഇതാ, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മകനാണെങ്കിൽ എൻ്റെ അപ്പൻ്റെ എല്ലാ സ്വത്തിനും ഞാൻ അവകാശിയാണ്. കണ്ടോ? ഞാൻ ദൈവത്തിൻ്റെ മകനാണെങ്കിൽ എൻ്റെ അപ്പൻ്റെ എല്ലാ സ്വത്തുക്കൾക്കും ഞാൻ അവകാശിയാണ്. അതുകൊണ്ട് ദൈവിക ഭവനത്തിലെ അവകാശിയെപ്പോലെ ദൈവകൃപ നിലനിൽക്കുന്ന ഒരു ദൈവ പൈതലിനെ പോലെ അവൻ ജീവിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഭൗമികമായി തട്ടിപ്പോ വെട്ടിപ്പോ മറ്റൊന്നും അവൻ നടത്തുകയില്ല. കാരണം എന്താണ്? എൻ്റെ അപ്പനുള്ള സ്വത്തെല്ലാം ആർക്കുള്ളതാ? എനിക്കുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട. എനിക്ക് ആവശ്യമുള്ളതെല്ലാം എൻ്റെ അപ്പൻ എനിക്ക് കൃത്യമായി നൽകിക്കൊള്ളും എന്ന ചിന്ത പ്രിയമുള്ളവരെ അവരെ ഭരിക്കാൻ തുടങ്ങും. നമുക്കറിയാമല്ലോ, ഒരു കുഞ്ഞ്, നമുക്കറിയാം, ധ്യാന കേന്ദ്രത്തിലേക്ക് പലരും കൊച്ചുങ്ങളെ എടുത്തുകൊണ്ടാണ് വന്നത്. ആ കൊച്ചുങ്ങൾ പോരാൻ നേരത്ത് മമ്മി ധ്യാന കേന്ദ്രത്തിൽ എല്ലാ ദിവസവും പാല് കിട്ടുമെന്ന് ചോദിച്ചോ? ഇല്ല. എന്തുകൊണ്ടാണ് ചോദിക്കാഞ്ഞത്? പ്രിയമുള്ളവരെ, ആ കുഞ്ഞിരിക്കുന്ന ആരുടെ കയ്യിലാണ്? അപ്പൻ്റെ അമ്മയുടെയും കയ്യിലാണ്. അതുകൊണ്ട് ആ അപ്പൻ്റെയും അമ്മയുടെയും കയ്യിലിരിക്കുന്ന കുഞ്ഞിന് ഒരു കാര്യം ബോധ്യമുണ്ട്. എന്താണ്? എൻ്റെ കാര്യം എല്ലാ ദിവസവും ഇന്ന് വരെ അപ്പൻ്റെ അമ്മയുടെയും കരങ്ങളിൽ ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ധ്യാന കേന്ദ്രമല്ല, ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും എനിക്കാവശ്യമുള്ള ആഹാരം ആര് കരുതിക്കൊള്ളും? എൻ്റെ മാതാപിതാക്കന്മാർ കരുതിക്കൊള്ളും. സമയമാകുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഇവിടെയൊക്കെ കറങ്ങി നടക്കുന്ന പിള്ളേരുണ്ട്. സമയമാകുമ്പോൾ ഇതാ, ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ പ്രധാനപ്പെട്ട ആൾ ഡയറക്ടർ ഞാനല്ലേ. അതുകൊണ്ട് എൻ്റെ മുറിയുടെ വാതിക്കൽ വന്ന് കൊട്ടിയിട്ട്, തിരുമേനി പാല് കുടിക്കാൻ സമയമായി, പാലുണ്ടോയെന്ന് ഇതുവരെയും ചോദിച്ചിട്ടില്ല. അവരെങ്ങോട്ടാണ് ഓടുന്നത്? കാര്യം, എൻ്റെ കൂടെ കളിക്കാനൊക്കെ പിള്ളേർ വരാറുണ്ട്. ഞാൻ ഈ ധ്യാനമൊക്കെ കഴിഞ്ഞ് ഇതാ പ്രസംഗമൊക്കെ കഴിഞ്ഞ് അവിടെ പോയിരുന്നാൽ കൊച്ചു പിള്ളേരുണ്ട്, അവരുമായിട്ട് കുറച്ച് നേരം കളിക്കാറുണ്ട്. കളിയൊക്കെ കഴിഞ്ഞാൽ അവരൊറ്റ പിടിയിലാണ്. കാരണം എന്താണ്? അവരോടുന്നത് വിശക്കുമ്പോഴാണ്. എങ്ങോട്ടാണ് പോകുന്നത്? അവരുടെ അമ്മയുടെ അടുക്കിലേക്ക്, അപ്പൻ്റെ അടുക്കിലേക്ക് അവർ ഓടിപ്പോവും. കാരണം അവരുടെ അപ്പൻ്റെയും അമ്മയുടെയും കയ്യിൽ അവർ സുരക്ഷിതരാണെന്ന ബോധം ആ കുഞ്ഞുങ്ങൾക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ നാം ഒരു ദൈവപൈതലായി കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, നമ്മൾ വളരെ സുരക്ഷിതനാണ് എൻ്റെ ദൈവത്തിൻ്റെ കയ്യിൽ എന്ന് നമുക്ക് ബോധ്യമുണ്ടാകും. അന്നേരം ചില ആളുകൾ ചിന്തിക്കും, എന്നാലും ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടും എൻ്റെ ദൈവം എനിക്ക് പല വിപരീത അനുഭവങ്ങളും തന്നിട്ടുണ്ടല്ലോ, ഇല്ലേ? നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെ പ്രിയമുള്ളവരെ നമ്മൾ ഓർത്ത്, കുഞ്ഞായിരുന്ന സമയത്ത് ഇതാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ ഇതാ ഡോക്ടർമാർ ഇഞ്ചക്ഷൻ എഴുതിക്കഴിഞ്ഞാൽ ഇതാ ഏതെങ്കിലും കൊച്ചിന് ഈ സൂചി ദേഹത്ത് കുത്തിക്കയറ്റുന്ന ഇഷ്ടമുണ്ടോ? ഇല്ല. ഏതെങ്കിലും അമ്മയ്ക്ക് ഒരു കൊച്ചിൻ്റെ ദേഹത്ത് സൂചി കുത്തിക്കയറ്റുന്ന ഇഷ്ടമുണ്ടോ? ഇല്ല. ഇതാ കൊച്ചിൻ്റെ ദേഹത്തൊരു മുഴയുണ്ട്, ആ മുഴ കീറണമെന്ന്, ആ ശരീരം കീറി മുറിക്കണമെന്ന് ആ അമ്മയ്ക്ക് ആഗ്രഹമുണ്ടോ? ഇല്ല. പക്ഷേ ആവശ്യം വന്നാൽ ഒരു ഡോക്ടറുടെ കയ്യിലേക്ക് അമ്മ ഇതാ ബോധപൂർവം കുഞ്ഞിനെ വിട്ടുകൊടുക്കും. എന്തിനാണ്? ഈ കുഞ്ഞിനെ കീറി മുറിച്ച് അതിൻ്റെ ശരീരത്തിലെ രോഗബാധിതമായ കാര്യങ്ങൾ നീക്കം ചെയ്യുക. എന്തിനാണ്? കുഞ്ഞിൻ്റെ ജീവന് വേണ്ടി. ഇതുപോലെ പ്രിയമുള്ളവരെ, ഓരോ ദൈവപൈതലും ഓരോ സഹനങ്ങളിലൂടെയും ഓരോ കഷ്ടപ്പാടുകളിലൂടെയും കടന്നു പോകുന്നത്, ആ സഹനങ്ങളിലൂടെ ആ ദൈവപൈതലിൻ്റെ ജീവനെ ദൈവം സംരക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഒരു പിതാവിനെ പോലെ, ഒരു മാതാവിനെ പോലെ ദൈവം നമ്മളെ സഹനങ്ങളുടെ തീച്ചൂളയിലേക്ക് പലപ്പോഴും വിട്ടുകൊടുക്കേണ്ടി വരുന്നത്. ഓരോ സഹനങ്ങളിലൂടെയും ഓരോ പുതിയ വെളിപാടുകൾ നമ്മളറിയാതെ നമുക്ക് ലഭിക്കുന്നുണ്ട്. സാമ്പത്തികമായി തകർന്നു പോയൊരു മനുഷ്യനെ സംബന്ധിച്ച് അവന് കിട്ടുന്ന ഒരു വെളിപാടുണ്ട്, ഈ ഭൂമിയിൽ സമ്പത്തല്ല എന്നെ ധന്യനാക്കുന്നത്. അതുകൊണ്ട് പിന്നീടുള്ള കാലത്ത് സമ്പത്തിൻ്റെ പുറകെയുള്ള ഓട്ടം നിർത്തി തമ്പുരാൻ്റെ പുറകെ ഓടാൻ തുടങ്ങും. കണ്ടോ? ഇതുപോലെ ഓരോ മേഖലയിലും
സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തി, പ്രിയമുള്ളവരെ, പുതിയ കാര്യങ്ങൾ പഠിക്കും. ഉദാഹരണത്തിന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു. കുടുംബജീവിതത്തിലെ നീറുന്ന കത്തുന്ന രീതിയിലുള്ള സഹനങ്ങളുണ്ടാകുമ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് ജീവിതം ധന്യമാകുന്നത് ജീവിത പങ്കാളിയുടെ നന്മകൾ കൊണ്ടല്ല, മറിച്ച് ഞാനൊരു കുടുംബജീവിത ദൈവവിളിയിലേക്ക് വന്നിരിക്കുന്നത് സുഖിക്കാനോ സന്തോഷിക്കാനോ അല്ല, മറിച്ച് ജീവൻ നിലനിർത്താനും അത് സമൃദ്ധമായി നിലനിർത്താനും പങ്കുവെക്കാനും വേണ്ടിയാണ്. അതിനുവേണ്ടി അർപ്പിക്കേണ്ട ഒരു ബലിയാണ് ഞാൻ. അതുകൊണ്ട് സുഖമല്ല എനിക്ക് വേണ്ടത്, സന്തോഷമല്ല വേണ്ടത്, അതിനുപരിയായി എൻ്റെ ദൈവത്തിൻ്റെ ഹിതം എൻ്റെ വിളിയിലൂടെ നടപ്പാകട്ടെ എന്ന് ചിന്തിക്കാൻ പലപ്പോഴും കഴിയും. ഇതുപോലെ സഹനത്തിൻ്റെ വഴിയിലൂടെ പ്രിയമുള്ളവരെ, ദൈവം ഓരോ ദൈവവൈതലിനെയും പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ സഹനത്തിൻ്റെ വഴിയിലൂടെ നയിച്ച് ഒരപ്പൻ മക്കളെ പരിപാലിക്കുന്നത് പോലെ പരിപാലിക്കാൻ കാരണമായി തീരും. ഇതുകൊണ്ടാണ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ 5-ാമത്തെ വചനം, നിങ്ങളെ പുത്രന്മാരെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ആ ഉപദേശം നിങ്ങൾ മറന്നുപോയോ? എൻ്റെ മകനെ, കർത്താവിൻ്റെ ശിക്ഷണത്തെ നീ നിസ്സാരമാക്കരുത്. അവന് ശാസിക്കുമ്പോൾ നീ നഷ്ടധൈര്യനാകുകയും അരുത്. താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു, മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. ശിക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത്. മക്കളോടെന്ന പോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നു. പിതാവിൻ്റെ ശിക്ഷണം ലഭിക്കാത്ത ഏത് മകനാണുള്ളത്? പ്രിയമുള്ളവരെ, മക്കളോടെന്നതുപോലെ പിതാവ് നമ്മോട് പ്രതികരിക്കുന്നു. അതുകൊണ്ട് ഒരു ദൈവത്തിൻ്റെ മകന് സഹനങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കോണം, യഥാർത്ഥമായി പരിശുദ്ധാത്മാവ് അവൻ്റെ ഉള്ളിൽ പ്രവേശിച്ചതിൻ്റെ അടിസ്ഥാന ലക്ഷണമാണ് അവൻ്റെ ജീവിതത്തിലേക്ക് സഹനങ്ങളും കഷ്ടപ്പാടുകളും കടന്നു വരുന്നത്. നമ്മൾ മനസ്സിലായിക്കോണം. ഇനി വായിക്കുകയാണ്, പിതാവിൻ്റെ ശിക്ഷണം ലഭിക്കാത്ത ഏത് മകനാണുള്ളത്? അങ്ങനൊരു മകനുണ്ടെങ്കിൽ അവൻ പിഴയായി പോകും. പിതാവിൻ്റെ ശിക്ഷണം കിട്ടാതെ വളർന്നിട്ടുള്ള മക്കളെല്ലാം ജീവിതത്തിലേക്ക് വരുമ്പോൾ പിഴയായി പോകുന്നത് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതം പരിശോധിച്ച് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് പിതാവിൻ്റെ അടി കിട്ടിയിട്ടില്ലാത്ത, മാതാവിൻ്റെ ലാത്തിച്ചാർജ് ഏക്കാത്ത ഏത് മക്കളാണ് ഇതിനകത്തുള്ളത്? ഉണ്ടെങ്കിലൊന്ന് കൈവക്കിക്ക്. അപ്പനും തല്ലിയിട്ടില്ല, അമ്മയും തല്ലിയിട്ടില്ല, ശാസിച്ചിട്ടുമില്ല, ശിക്ഷിച്ചിട്ടുമില്ല. കൈവക്കിക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ? ആരുമില്ല. പ്രിയമുള്ളവരെ, അപ്പോൾ ഓർത്തോണം, ഓരോ ശിക്ഷണങ്ങളും സന്തോഷപ്രദം എന്നതിനേക്കാൾ ഒത്തിരി വേദനാജനകമായി തൽക്കാലത്തേക്ക് തോന്നാം. എന്നാൽ കാലാന്തരത്തിൽ അതിലൂടെ ദൈവം നമുക്ക് വലിയ കൃപകളാണ് നൽകാനിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ട് 11-ാമത്തെ വചനം വായിക്കാം. എല്ലാ ശിക്ഷണവും സന്തോഷപ്രദം എന്നതിനേക്കാൾ വേദനാജനകമായി തൽക്കാലത്തേക്ക് തോന്നുന്നു. എന്നാൽ അതിൽ പരിശീലിക്കപ്പെട്ടവർക്ക് കാലാന്തരത്തിൽ നീതിയുടെ സമാധാനപൂർവകമായ ഫലം ലഭിക്കുന്നു. കണ്ടോ, ഇതിൽ പരിശീലിക്കപ്പെട്ടിരിക്കുന്നവർക്ക് പിന്നീട് ദൈവം അതിൻ്റെ ഫലം കൊടുക്കാനിടയായി തീരും. അതുകൊണ്ട് ഇന്നലകളിൽ, കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്കുണ്ടായിട്ടുള്ള സഹനങ്ങളെ ഓർത്തോർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഇന്ന് ആ ദുഃഖത്തിൽ നിന്ന് സ്വതന്ത്രരായിക്കൊള്ളണം. കാലാന്തരത്തിൽ ഉണ്ടാകാനിരിക്കുന്ന ചില പ്രത്യേക നന്മകൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ദൈവം ചില സഹനങ്ങളൊക്കെ അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സഹനങ്ങളെ ഓർത്ത് ദുഃഖിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് സഹന മേഖലകളിൽ ജീവിച്ചിട്ടുള്ള അനേകം വിശുദ്ധന്മാരുണ്ട്. അവരെല്ലാം പിൽക്കാലത്ത് അതിൻ്റെ നന്മകൾ പിൽക്കാലത്ത് അനുഭവിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിശുദ്ധയാണ് മോനിക്ക എന്ന് പറയുന്ന വിശുദ്ധ. ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മിപ്പിച്ചു. മോനിക്ക എന്ന് പറയുന്ന സ്ത്രീ മകൻ്റെ തെറ്റായ ജീവിതം കൊണ്ട് ജീവിതകാലം മുഴുവനും കരഞ്ഞൊരു അമ്മയാണ്. കുറേ കാലം കഴിഞ്ഞപ്പോൾ ആ അമ്മ ആരായി തീർന്നു? ഒരു വിശുദ്ധൻ്റെ അമ്മയായി തീർന്നു. കണ്ടോ, ഒരു വിശുദ്ധൻ്റെ അമ്മയായി തീർന്നു. അതുപോലെ മോനിക്ക ഒരു വിശുദ്ധ മോനിക്കയായി മാറി. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളെ യേശു ക്രിസ്തുവിൻ്റെ മനോഭാവത്തോടുകൂടി സ്വീകരിക്കുന്നവരെല്ലാം ആരായിത്തീരും? വിശുദ്ധരായിത്തീരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ദൈവം ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് വരാൻ പറ്റുന്ന രീതിയിലുള്ള പല സഹനങ്ങളും അനുവദിച്ചത് എന്തിനാണ്? നിങ്ങളെ വിശുദ്ധരാക്കാൻ വേണ്ടിയിട്ടുള്ള ദൈവീക വരത്തിൻ്റെ ഭാഗമാണ് സഹനങ്ങൾ എന്ന് പറയുന്നത്.
അതുകൊണ്ട് സഹനങ്ങളോടുള്ള നമ്മുടെ നിലപാടുകൾ ക്രിസ്ത്യാനികളെല്ലാം മാറ്റേണ്ടതായിട്ടുണ്ട്. സഹനങ്ങളോടുള്ള നിലപാടുകൾ ക്രിസ്ത്യാനികളെല്ലാം തന്നെ മാറ്റേണ്ടതായിട്ടുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വ്യക്തിഗത ജീവിതം പരിശോധിച്ച് നോക്കാം. ദൈവമേ, സഹനത്തോടുള്ള എൻ്റെ നിലപാട് എന്താണ്? അതുപോലെ തന്നെ ഒരു ദൈവത്തിൻ്റെ മകനെന്ന നിലയിൽ നമ്മൾ ജീവിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഇതാ ആ അപ്പൻ്റെ സ്വത്തിന് നമ്മൾ ഉത്തരവാദിയായിരിക്കുന്നത് പോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ചെയ്യണം. ആ അപ്പനുമായി ബന്ധപ്പെട്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കാൻ നാം കഴിവുള്ളവനായി മാറും. എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കാൻ നാം സന്നദ്ധരാകണം. എന്നാൽ ഇന്ന് ഇതാ സ്വത്തിൻ്റെ ഉടമയാകാൻ എല്ലാവർക്കും താല്പര്യമാണ്. എല്ലാവരും ദൈവത്തിൻ്റെ പൈതൽ എന്ന നിലയിൽ തമ്പുരാനോട് ചെന്ന് ഓരോ കാര്യങ്ങൾ ചോദിക്കും. കർത്താവേ, എനിക്ക് ജോലി തരണം, എനിക്ക് പൈസ തരണം, കടബാധ്യത എനിക്ക് തരണം, എനിക്ക് അങ്ങനെ തരണം, ഇങ്ങനെ തരണം എന്നെല്ലാം ചോദിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ അപ്പൻ ഇപ്പോൾ ഒരു ഫാക്ടറി നടത്തുന്നയാളാണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇതാ മകൻ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവന് മറ്റു പിള്ളേരെ പോലെ സുഖിച്ചും സന്തോഷിച്ചും നടക്കാൻ പറ്റുമോ? ഇല്ല. അവൻ ആ ഫാക്ടറിയുടെ ഉത്തരവാദിത്വം മുഴുവൻ അവൻ ഏറ്റെടുത്തേ മതിയാകൂ. കണ്ടോ, അവൻ്റെ അപ്പൻ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികളുടെ ഉത്തരവാദിത്വം അവൻ ഏറ്റെടുത്തേ മതിയാകൂ. ഇതുപോലെ തന്നെ ഇതാ ദൈവപിതാവ് ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ പ്രവൃത്തികളുടെയും ഉത്തരവാദിത്തങ്ങൾ സ്വന്തം തോളിലേറ്റാൻ ഒരു ദൈവത്തിൻ്റെ മകൻ, ഒരു ദൈവത്തിൻ്റെ മകൾ തയ്യാറാകണം പ്രിയമുള്ളവരെ. അങ്ങനെയാണെങ്കിൽ ദൈവപിതാവിൻ്റെ ഭൂമിയിലെ ലക്ഷ്യം എന്തായിരുന്നു? എന്തിനാണ് ദൈവം ആദാമിനെയും ഹവ്വായെയും സൃഷ്ടിച്ചത്? ആദാമിനെ ദൈവം സൃഷ്ടിച്ചു. കുടുംബജീവിതത്തെക്കുറിച്ച് ക്ലാസ് ഇന്നലെ കഴിഞ്ഞു. ആദാമിനെ ദൈവം സൃഷ്ടിച്ചു. തനിക്ക് ചേർന്നൊരു തുണയെയും ദൈവം സൃഷ്ടിച്ചു. ആദാമിനെയും ഹവ്വായെയും സൃഷ്ടിച്ച് ദൈവ സ്നേഹം കൊണ്ട് അവരെ നിറച്ചതെന്തിനാ? ഇതാ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞ ഒരു വിശുദ്ധ തലമുറ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. മനസ്സിലായോ? എന്തിനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? ആദാമിനെ ഹവ്വായെ സൃഷ്ടിച്ചെന്തിനാണ്? അവരിലൂടെ ഒരു വിശുദ്ധ തലമുറ, ദൈവ സ്വഭാവവും ദൈവ സാദൃശ്യവുമുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തികളിൽ പങ്കാളിയാകാൻ വേണ്ടിയുള്ള ഒരു വിശുദ്ധ തലമുറയ്ക്ക് ജന്മം നൽകാൻ വേണ്ടിയാണ് മനുഷ്യനെ ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ചാക്കിയത്. അങ്ങനെയാണെങ്കിൽ എന്നെയും നിങ്ങളെയും ദൈവം എന്തിനാണ് ഈ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കിയിരിക്കുന്നത്? പ്രിയമുള്ളവരെ, ഒരു വിശുദ്ധ തലമുറയ്ക്ക് ജന്മം നൽകാനും അവരെ വിശുദ്ധീകരിക്കാനും വേണ്ടിയാണ്. നമ്മളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഈ ബിസിനസ് നടത്താനും കമ്പ്യൂട്ടർ പഠിക്കാനും പഠിപ്പിക്കാനും സിനിമ കാണാനും അതുപോലെ ഇങ്ങനെ ഭക്ഷണം കഴിക്കാനും, കഴിച്ച ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ വണ്ണം കൂടിയാലുടനെ നടക്കാനും, നടന്ന് വണ്ണം കുറയ്ക്കാനും, ഇങ്ങനെ ചുമ്മാ അങ്ങ് അതിനല്ല. നമ്മുടെ ദൗത്യത്തെക്കുറിച്ചൊരു ബോധം നമുക്കുണ്ടാകണം പ്രിയമുള്ളവരെ. ദൈവപിതാവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അതെന്താണ്? പ്രിയമുള്ളവരെ, അപ്പൻ്റെ മകനായി നിന്നുകൊണ്ട് ലോകത്തെ വിശുദ്ധീകരിക്കുക എന്നതാണ് ഒരു ദൈവപൈതലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. കണ്ടോ, ഒരു ദൈവത്തിൻ്റെ മകൻ്റെ ഉത്തരവാദിത്വം ഇതാണ്. ഞാൻ ഇതാ നിലനിൽക്കുന്ന സമൂഹത്തെ വിശുദ്ധീകരിക്കുക. അതിനേറ്റവും നല്ല മാർഗം എന്താണ്? ഒരു സമൂഹത്തെ വിശുദ്ധീകരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഏതാണ്? ഞാൻ വിശുദ്ധീകരിക്കപ്പെടുക. ഇതാണ് മാർഗം. കണ്ടോ, നമ്മൾ സ്വയം വിശുദ്ധീകരിക്കപ്പെടുക എന്നതാണ് സമൂഹത്തിൻ്റെ വിശുദ്ധീകരണത്തിനുള്ള ഏറ്റവും നല്ല മാർഗം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യേശു തന്നെ യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ പ്രാർത്ഥിച്ചില്ലേ, ഇതാ അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരമ്മയ്ക്ക് ദൈവം സഹനങ്ങളെ അനുവദിക്കുന്ന എന്തിനാണ്? മക്കളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. ഒരു ഭാര്യയ്ക്ക് ദൈവം സഹനങ്ങൾ അനുവദിക്കുന്ന എന്തിനാണ്? ഭർത്താവിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. ഒരു ഭർത്താവിന് ദൈവം ചില സഹനങ്ങൾ അനുവദിക്കുന്ന എന്തിനാണ്? ഉദാഹരണത്തിന് ഭർത്താവിൻ്റെ ജോലി പോയി, ജീവിക്കാൻ മാർഗമൊന്നുമില്ല. ഭാര്യ ഒരു ദൂർത്തടിക്കുന്ന ധാരാളിയായ സ്ത്രീയായിരുന്നു. ഒരു കടയിൽ കയറി കഴിഞ്ഞാൽ ഉള്ള സാധനം മുഴുവൻ മേടിച്ച് വീട്ടിൽ കൊണ്ടുവെക്കും. ഇങ്ങനത്തെ സ്വഭാവമുണ്ടായിരുന്ന ദൂർത്തിൻ്റെ ഉടമയായിരുന്ന ഭാര്യയെ ശുദ്ധീകരിക്കാൻ വേണ്ടി ദൈവം പ്രത്യേകം ക്രമീകരിച്ചതാണ്. ഭർത്താവിൻ്റെ ജോലി പോയി. ജോലി പോയതോടുകൂടി സാമ്പത്തികമായി ടൈറ്റുണ്ടായി.
സാമ്പത്തികമായി ടൈറ്റ് ഉണ്ടായി കഴിഞ്ഞതോടുകൂടി ഭർത്താവുമായി ഗുസ്തി പിടിക്കാൻ തുടങ്ങി. ഇതാ ഭർത്താവിനെ പുച്ഛിക്കാൻ തുടങ്ങി, ഇതാ തള്ളിപ്പറയാൻ തുടങ്ങി. അപ്പോൾ ഭർത്താവിന് മനസ്സിലായി, എൻ്റെ ഭാര്യ എന്നെയല്ല സ്നേഹിച്ചത്, പിന്നെ എന്തിനെയാണ്